പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഗതി മറ്റൊരു ഘട്ടത്തിലൂടെ തന്നെ കടന്നു പോകവേ തന്നെ ചർച്ചകളെല്ലാം സമ്പൂർണ്ണ പരാജയമായി മാറിയതോടെ ഇനി താൽക്കാലിക വെടിനിർത്തൽ അംഗീകരിക്കില്ല എന്നും യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നും ഇറാൻ വ്യക്തമാക്കുകയാണ്. ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രിയായ സായിദ് ഗത്തിയ ആകട്ടെ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുകയാണ്. യുദ്ധം ഈ നിലയിലേക്ക് ഇനി നീട്ടിക്കൊണ്ടുപോകാൻ തയ്യാറല്ല എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. തുർക്കിയിൽ നടന്ന ആന്റ്ലിയ ഡിപ്ലോമസി ഫോറത്തിനിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ലെബനൻ മുതൽ ചെങ്കടൽ വരെ നീളുന്ന എല്ലാ സംഘർഷ മേഖലകളും വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നതാണ് ഇറാന്റെ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധം ഭാഗികമായി തന്നെ നിർത്തുന്നതിനോട് ഇറാൻ യോജിക്കുന്നില്ല. മേഖലയിൽ സംഘർഷങ്ങൾ എന്നേക്കുമായി തന്നെ അവസാനിപ്പിക്കണമെന്നും തന്ത്രപരമായ ഹോർമൂസ് കടലെടുക്ക് ഇറാന്റെ പ്രാദേശിക ജല അതിർത്തിക്കുള്ളിലെങ്കിൽ പോലും ചരിത്രപരമായി തന്നെ അത് എല്ലാവർക്കുമായി തന്നെ തുറന്നു കൊടുത്തിട്ടുണ്ട്. മേഖലയിലെ അസ്ഥിരതയ്ക്ക് കാരണം അമേരിക്കയും ഇസ്രയേലുമാണ്. അവരുടെ നടപടികൾ ആഗോള വ്യാപാരത്തെയും സമ്പദ് വ്യവസ്ഥയെയും പ്രതികൂലമായി തന്നെ ബാധിച്ചതായും ഇവിടെ അദ്ദേഹം എടുത്തു സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിനിടയിൽ ഇറാൻ തുറമുഖങ്ങളിൽ US നാവികസേന ഉപരോധം നടപ്പിലാക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടിരുന്നു. കപ്പലുകളെ US സേന വഴിതിരിച്ചു വിടുന്നതാണ് ഈ ദൃശ്യത്തിനകത്ത് ഉള്ളത്. അടുത്ത തുറമുഖം വരെ കപ്പലിനെ നാവികസേന അവിടെ അനുഗമിക്കുന്നത്, നാവികർ കപ്പൽ ജീവനക്കാരെ അയക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇറാന്റെ തുറമുഖങ്ങൾ ഉപരോധിക്കുന്നതിനായി തന്നെ 12 കപ്പലും 100 വിമാനങ്ങളും 10,000-ലധികം സൈനികരെയും വിന്യസിപ്പിച്ചതായും US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഉപരോധം നിലവിൽ വന്നതിന് ശേഷം ഇതുവരെ 14 കപ്പലുകൾ US നിർദ്ദേശം അനുസരിച്ച് തിരിച്ചുപോയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് അവിടെ തടയുന്നില്ലെങ്കിലും ഇറാന്റെ തുറമുഖങ്ങളും തീരപ്രദേശങ്ങളും മാത്രമാണ് US സൈന്യം ഉപരോധിക്കുന്നതെന്നും സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. കരാറിൽ ഒപ്പിടാൻ ഇറാൻ തയ്യാറാകാത്തതിനെ തുടർന്നുകൊണ്ട് US നാവിക ഉപരോധം ഏർപ്പെടുത്തുകയാണ് ചെയ്തത്. ഇറാനുമായുള്ള യുദ്ധം വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയാണ്. അതേപോലെ തന്നെ നൊവാഡയിലെ ലാസ് വെഗാസിൽ നടന്ന ചടങ്ങിലാണ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു പരാമർശം നടത്തിയത്. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ കൈമാറുമെന്നും ട്രംപ് അവകാശവാദം ഉന്നയിച്ചു. വെടിനിർത്തൽ കരാർ നീട്ടേണ്ട ആവശ്യം വന്നേക്കില്ല എന്ന് നേരത്തെ വിവിധ മാധ്യമ അഭിമുഖങ്ങളിൽ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാനിൽ നടന്ന ആദ്യഘട്ട ചർച്ചകൾ ധാരണയാകാതെ അവസാനിച്ചെങ്കിലും നയതന്ത്ര നീക്കങ്ങൾ നടക്കുകയാണ്. ഇരുപക്ഷവും ഉടൻ തന്നെ രണ്ടാം ഘട്ട ചർച്ചയ്ക്കായി തന്നെ തയ്യാറെടുക്കുന്നതിനുള്ള സൂചനകൾ പുറത്തുവരികയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.